എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് വാച്ചർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വെബ്സൈറ്റിൽ വന്നു. 14-ാം തീയതിയാണ് വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം അടുത്ത ഓഗസ്റ്റ് 13-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഇതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ എക്സാമുകൾക്കും ഏകദേശം ഒരു മാസം മുൻപാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ 14-ാം തീയതിയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള വാച്ചർ പരീക്ഷയ്ക്ക് വേണ്ട സിലബസ് എന്ന് പറയുന്നത്, ഇതിനു മുൻപ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇതിനു മുൻപ് എക്സാം നടന്നിരുന്നു. അപ്പോൾ അതിലെ സിലബസുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അത് 7ാം ക്ലാസ് യോഗ്യതയായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ചത് 7ാം ക്ലാസ് യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സിലബസിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. IT കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കേരള PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇപ്രാവശ്യവും. അതായത് മുൻപ് LD ദേവസ്വം ബോർഡ് LDക്ക് വന്ന ഏകദേശം അതേ സിലബസ് തന്നെയാണ് ഈ ഒരു വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പാർട്ട് 1 വരുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവും, അതുപോലെ പാർട്ട് 2 മാത്സ് ആണ്, മാനസിക ശേഷി, അതുപോലെ റീസണിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. പാർട്ട് 3 ഇംഗ്ലീഷ് ആണ്. പാർട്ട് 4 നമ്മുടെ മലയാളം, പ്രാദേശിക ഭാഷ, മലയാളമാകാം, തമിഴാകാം, കന്നഡയാകാം. അത് പാർട്ട് 5 വരുന്നത് സയൻസ് ആണ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. അതുപോലെ തന്നെ പാർട്ട് 6 വരുന്നത് IT ആണ്, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം. പിന്നെ 7ാമത്തെ പാർട്ടിൽ പറയുന്നത് അതായത് ക്ഷേത്ര കാര്യങ്ങൾ അല്ലെ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, ദേവസ്വം ബോർഡുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇതിനു മുൻപ് നടന്ന, അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എന്താണ് ഒരു വാച്ച്മാൻ തസ്തികയിലേക്ക് 7ാം ക്ലാസ് യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു എക്സാം ഇതിനു മുൻപ് നടന്നിരുന്നു. ഇത് രണ്ടും, ഈ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള വാച്ച്മാനും തിരുവിതാംകൂർ ദേവസ്വത്തിലേക്കുള്ള ഈ വാച്ചറും രണ്ടും വിളിച്ചത് 2022 തന്നെയാണ്. അപ്പോൾ ഒന്നിന്റെ എക്സാം കഴിഞ്ഞു, ഇതിന്റെ എക്സാം ഇപ്പോൾ വരുന്നേ ഉള്ളൂ, വാച്ചറിന്റെ എക്സാം വരുന്നേ ഉള്ളൂ. അപ്പൊ ഒരേ സമയത്ത് 2022 ഒരേ വർഷത്തിൽ തന്നെ വന്ന പരീക്ഷകളായതുകൊണ്ട് തന്നെ ഏകദേശം അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട് എങ്കിൽ കൂടി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനു മുൻപ് നടന്ന ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടന്ന വാച്ച്മാൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സയൻസ് വരുന്നത് 15 മാർക്ക്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് 15 മാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രാചാരങ്ങളും അതുപോലെ ഹൈന്ദവ സംസ്കാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടത് 15 മാർക്കും, മലയാളം 10, ഇംഗ്ലീഷ് 10, മാത്സ് 10, പിന്നെ GK നമ്മൾ പഠിക്കുന്ന എല്ലാ GKകളും കൂടിയിട്ട് 40 മാർക്ക്. അങ്ങനെയാണ് അന്ന് ചോദിച്ചത് ഏത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ച വാച്ച്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ GK എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതിൽ കറണ്ട് അഫയർ എല്ലാം പറയുന്നുണ്ട്. ദേശീയ, അന്തർദേശീയ, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര, സാങ്കേതിക, കല, വിനോദം എല്ലാതുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, അതുപോലെ വ്യാവസായികമായിട്ടും വിവരവിനിമയ മേഖലയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും സുപ്രധാന വ്യക്തികളും അത് പറയുന്നുണ്ട് കറണ്ട് അഫെയറിൽ. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ അത് പറയുന്നുണ്ട്. പിന്നെ 2G 3G അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്, ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗതാഗതം, പിന്നെ സാഹിത്യം പറയുന്നുണ്ട്, ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം അത് പറയുന്നുണ്ട്, പിന്നെ ഭരണവും ഭരണ സംവിധാനവും പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ്. സഹകരണ മേഖലയിൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, UN ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നെന്താണ്, അഴിമതി നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ലോക്പാല്, ലോകായുക്ത അങ്ങനത്തെ കാര്യങ്ങളല്ലേ, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് സിലബസിൽ. അതുപോലെ സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങള്, മനുഷ്യാവകാശ പ്രഖ്യാപനം, പിന്നെ ആഗോളതാപനം, ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഓസോൺ പാളി, ആഗോളതാപനം, വനം, വന്യജീവി സമ്പത്തുകള്, റോഡ് സുരക്ഷാ നിയമങ്ങൾ, പിന്നെന്താണ് സാംസ്കാരിക വൈവിധ്യം, കലാപാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്തങ്ങൾ, പ്രാചീന കേരളം, മധ്യ കേരളം, അടിസ്ഥാന വിവരങ്ങൾ,
വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് സിലബസ് ഓരോന്നും എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം കൂടി നമുക്ക് എത്ര മാർക്കേ ചോദിക്കുള്ളൂ? 40 മാർക്കിനെ ചോദിക്കുള്ളൂ അല്ലെ? അപ്പോൾ ഇതിന് നമുക്ക് വലിച്ചു വാരി പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടതല്ല. നമ്മുടെ കയ്യിൽ ഏകദേശം 30 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ? ആ 30 ദിവസത്തെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മേഖല എന്ന് പറയുന്നത് എപ്പോഴും ഏത് തന്നെയാണ്? നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന ഭാഗം, അതുപോലെ തന്നെ സയൻസിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ മലയാളം, റീജിയണൽ ലാംഗ്വേജ്, ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് 60 മാർക്കിൻ്റെ അടുത്ത്, അതായത് 60 മാർക്ക് വരുന്നതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട്, അതായത് GK എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ പഠിച്ച് ഒരുപാട് സമയം കളയുന്നതിലും ഏറ്റവും നല്ലത് എന്താണ്? പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള മേഖലകൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഈ ഒരു സിലബസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കി ഈ ഒരു സിലബസിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടത് ഏതാണ്? സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടത്. എന്നാൽ നമുക്ക് GK പഠിക്കണ്ടേ? GK പഠിക്കണം. അതും നമുക്ക് എന്താണ്? കറണ്ട് അഫെയർ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ആ ഏരിയയിൽ തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ. പക്ഷെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സഹകരണ മേഖല, അതുപോലെ തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ, ഇതൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള സിലബസുകളിൽ, LDD ഒക്കെ സിലബസുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു പോലും കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതായത് സിലബസിനെ നല്ലപോലെ അനലൈസ് ചെയ്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിതിനെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു സിലബസിനെ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടേ? അപ്പോൾ 30 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ എന്തായിരിക്കും? ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏരിയകൾക്ക് തന്നെയായിരിക്കും. സയൻസ് തന്നെ 3 വരുന്നുണ്ട് കേട്ടോ. 3നും കൂടിയിട്ടാണ് 15 മാർക്ക് വരുന്നത്. 3 പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്, മാത്സ്, ഈ ഒരു ഭാഗങ്ങളെ ആദ്യം നമ്മൾ തീർക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ GKയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനവുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ കൂടെയുണ്ട്. പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 30 ഡേ ക്രാഷ് ബാച്ച് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു മാസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ ഒരു മാസം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാനും, മോഡൽ എക്സാമുകൾ എഴുതി പരിശീലിക്കാനും നിങ്ങൾക്കൊരു അവസരമുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്